ഉപ്പുതറയിൽ വീടിനുള്ളിലുണ്ടായ സ്ഫോടനം സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് വിശദ അന്വേഷണം നടത്തണമെന്ന് ബിജെപി. ഗ്യാസ് ലീക്ക് ചെയ്താണ് സ്ഫോടനം ഉണ്ടായതെന്ന വാദം വിശ്വാസയോഗ്യമല്ല. അതിനാൽ കേന്ദ്ര ഏജൻസിയോ സ്വതന്ത്ര ഏജൻസിയോ കേസ് വിശദമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഡിജിപിക്കും ഇടുക്കി എസ്പിക്കും നിവേദനം നൽകിയതായും ബിജെപി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉപ്പുതറ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സ്ഫോടനത്തിൽ കെട്ടിടത്തിന് നാശം സംഭവിക്കുകയും കെട്ടിട ഉടമയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ സംഭവത്തിൽ പോലീസ് കൃത്യവിലോപമായ രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉടമയെ കണ്ട് ചോദിക്കുകയോ സ്ഫോടനം സംബന്ധിച്ച് സമീപവാസികളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആശങ്കയും പരാതിയിലുമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അടക്കം സംഭവസ്ഥലം സന്ദർശിച്ചത്. സംസ്ഥാന ഡിജിപിക്കും ജില്ലാ എസ്പിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുതറ പോലീസ് പറയുന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഉണ്ടായ ചോർച്ചയാണ് സ്ഫോടനം സംഭവിക്കാനുള്ള കാരണമെന്നാണ്. എന്നാൽ ഗ്യാസ് സിലിണ്ടർ കെട്ടിടത്തിൽ തന്നെയുണ്ട്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർച്ച ഉണ്ടോ എന്ന് വിദഗ്ധരെ കൊണ്ട് പരിശോധന നടത്താൻ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. സ്ഫോടനത്തിൽ സമീപ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നാളിതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്കയും ഭീതിയും അകറ്റുവാനും സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വിവരം വിശദമായി അന്വേഷണം നടത്തണമെന്നുമാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. സ്ഫോടനം നടത്തിയിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല. സാധാരണഗതിയിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായി തീ പിടിച്ചാൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സ്ഫോടനം ഉണ്ടായി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു സ്ഫോടനമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാ അഭിപ്രായം കേട്ടപ്പോൾ അവരെല്ലാം പറയുന്നത് എന്തോ ദുരൂഹത ആ സ്ഫോടനത്തിൻ്റെ പിന്നിലുണ്ട്. അത് ഒരു സ്വാഭാവികമായിട്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അല്ല ഗ്യാസ് ലീക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു സ്ഫോടനമല്ല. അതിന് അപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക ആ ഉപ്പുതറ ടൗണിലെ ജനങ്ങളുടെ മനസ്സിൽ വ്യാപാരികളുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. അവരത് ഞങ്ങളോട് തുറന്നു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാനിടയായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന DGPക്കും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും നമ്മൾ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ മൗനം ഉപ്പുതറയിലുള്ള പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പോലീസിന് സത്യസന്ധമായി വിശദമായി അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിനെ കൊണ്ട് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത്. അയൽവാസികളെ വിളിച്ച് ഒന്നും ജസ്റ്റ് അന്വേഷിക്കാം. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ റെക്കോർഡ് ചെയ്യാറ്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ദുരൂഹത ഉണ്ടായി കഴിഞ്ഞാൽ അയൽവാസികളെ വിളിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ആ സിലിണ്ടർ ഇപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. അത് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് സിലിണ്ടറിന്റെ ലീക്കേജ് ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ പോലും വലിയ ഗ്യാസിന്റെ ചോർച്ച ഉണ്ടായാൽ തീ കത്തണം. തീ കത്തിയ സംഭവങ്ങളെല്ലാം കത്തി നശിക്കണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, K കുമാർ, ഷാജി നെല്ലിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, അഡ്വക്കേറ്റ് സുജിത് ശശി, KN ഷാജി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.